അമിതമായ ഭാരം, മുടി കൊഴിച്ചിൽ, അമിതമായ രോമവളർച്ച, മെൻസസ് ഇറഗുലാരിറ്റീസ്, PCOS, പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം. നമസ്കാരം, ഞാൻ ഡോക്ടർ ശ്യാമ പ്രതാപ്. PCOS അല്ലെങ്കിൽ പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം, ഇതിലെ ഈ ഒരു അസുഖത്തിനെ കുറിച്ചുള്ള ചില ഫാക്ട്സ് ആണ് അല്ലെങ്കിൽ ചില അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നത്. ആദ്യമായി നമ്മൾ കാണാൻ പോകുന്നത് എന്തൊക്കെ കോസസ് അല്ലെങ്കിൽ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് PCOD വരുന്നത് എന്നുള്ള കാര്യമാണ്. ഒന്ന്, ഹെറിഡിറ്ററി അല്ലെങ്കിൽ പാരമ്പര്യം. അമ്മയ്ക്ക് PCODയുടെ പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ മകൾക്കും PCOD വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. രണ്ട്, സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ. സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എക്സസൈസ് ഒന്നും ചെയ്യാതിരിക്കുക, ഡയറ്റ് കൺട്രോൾ ഒന്നും ചെയ്യാതിരിക്കുക. അങ്ങനത്തെ ഒരു സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ ഉള്ളവർക്കും PCOD വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഈ സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ എന്ന് പറയുമ്പോഴത്തേക്കും അവർക്ക് ഒരു റെഗുലറായിട്ടുള്ളൊരു എക്സസൈസ് അവർ ചെയ്യത്തില്ല. അതുപോലെ തന്നെ ജങ്ക് ഫുഡ്സിനൊക്കെ കഴിക്കുന്ന എമൗണ്ട് കൂടുതലായിരിക്കും. ഇങ്ങനെയുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് കാറ്റഗറി പീപ്പിളിന് PCOD വരാനുള്ള ചാൻസ് കൂടുതലാണ്. മൂന്ന്, അമിതവണ്ണം. അമിതവണ്ണം എന്ന് പറയുന്നത് PCODയുടെ ഒരു ലക്ഷണവുമാണ്, PCOD ഉണ്ടാവാനുള്ളൊരു കാരണവും കൂടിയാണ്. അമിതവണ്ണത്തിന് എന്തുകൊണ്ടാണ് PCOD വരുന്നത് എന്നുള്ളൊരു ചോദ്യം ഇവിടെ വന്നേക്കാം, അല്ലെങ്കിൽ ഒരു സംശയം ഇവിടെ വന്നേക്കാം. അതിനെന്താണെന്നുണ്ടെങ്കിൽ അമിതവണ്ണം ഉള്ളവർക്ക് അവരുടെ ബോഡിയിലുള്ള ഹോർമോൺസിൻ്റെ പ്രവർത്തനത്തിൽ ഇംബാലൻസ് വരാൻ ചാൻസ് ഉണ്ട്. ഇതുപോലെ ഹോർമോണൽ ഇംബാലൻസ് വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് PCOD ഡെവലപ്പ് ആകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. നാല്, മാനസിക സമ്മർദ്ദം അല്ലെങ്കിൽ മെൻ്റൽ സ്ട്രെസ്. മെൻ്റൽ സ്ട്രെസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ടീനേജ് ഗ്രൂപ്പിലുള്ള പെൺകുട്ടികൾക്കൊക്കെ അവരുടെ പ്രായത്തിൽ വരുന്ന മെയിനായിട്ട് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എക്സാം സ്ട്രെസ്സാണ്. മാർക്ക് കൂടുതൽ കിട്ടുമോ, അല്ലെങ്കിൽ നമ്മൾ തോക്കുമോ, അല്ലെങ്കിൽ എനിക്ക് എക്സാം പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ, അങ്ങനെ ഒരുപാട് എക്സാം റിലേറ്റഡ് അല്ലെങ്കിൽ സ്റ്റഡീസ് റിലേറ്റഡ് സ്ട്രെസ് അവർക്ക് ഒരുപാടായിരിക്കും. അങ്ങനെയുള്ള ഒരുപാട് മെൻ്റൽ സ്ട്രെസ്സുള്ള കുട്ടികൾക്ക് PCOD ഡെവലപ്പ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അഞ്ച്, മരുന്നുകളുടെ ഉപയോഗം. മരുന്നുകളുടെ ഉപയോഗം എന്ന് വെച്ചിട്ട് എല്ലാ മരുന്നുകളുടെ ഉപയോഗം കൊണ്ടും PCOD വരണമെന്നില്ല. മെയിനായിട്ട് കോൺട്രാസെപ്റ്റീവ് പിൽസ് ഉപയോഗിക്കുന്നവർക്ക് PCOD വരാനുള്ള ചാൻസ് കൂടുതലാണ്. മെൻസസ് ഇറഗുലാരിറ്റീസ് ഉള്ളവർ മെൻസസ് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓറൽ കോൺട്രാസെപ്റ്റീവ് പിൽസ് കഴിക്കുന്നതുണ്ട്. അതുപോലത്തെ പിൽസ് കഴിക്കുന്നവർക്കും PCOD ഡെവലപ്പ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. എന്തൊക്കെ ലക്ഷണങ്ങളാണ് PCODയിൽ കാണാൻ പറ്റുന്നത് അല്ലെങ്കിൽ PCOSൽ കാണാൻ പറ്റുന്നത് എന്നുള്ളതാണ്. PCOS എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു ലക്ഷണങ്ങളോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ലക്ഷണങ്ങളോ അല്ല ഉള്ളത്. PCOS എന്ന് പറയുന്നത് അതിൻ്റെ പേര് പോലെ തന്നെ സിൻഡ്രോം എന്ന് പറയുന്നത് കൊണ്ട് തന്നെ ബോഡിയിൽ പല പാർട്സിലും പല ലക്ഷണങ്ങളായിട്ട് അത് പുറത്തു വരാൻ പറ്റും. അതുകൊണ്ട് ഒരു മെയിനായിട്ടുള്ള കുറച്ച് ലക്ഷണങ്ങളാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ആദ്യത്തെ ലക്ഷണം എന്ന് പറയുന്നത് മെൻസസ് ഇറഗുലാരിറ്റീസ് തന്നെയാണ്. ആർത്തവ ക്രമക്കേടുകൾ PCOS കണ്ടുപിടിക്കാനുള്ള ഒരു വളരെ നല്ലൊരു സിംറ്റമായിട്ട് നമുക്ക് എടുക്കാം. ആർത്തവം ഉണ്ടാവാതിരിക്കുന്ന അവസ്ഥ, 3-4 മാസമൊക്കെ ആർത്തവം ഉണ്ടാവാതിരിക്കുന്ന ഒരു അവസ്ഥയാണ് PCODയിൽ മെയിനായിട്ട് നമുക്ക് വരുന്നത്. എല്ലാ മെൻസസ് ഇറഗുലാരിറ്റീസും PCOS ആണോ എന്നുള്ളൊരു സംശയം ഇവിടെ വരാം. അങ്ങനെയല്ല, എല്ലാ മെൻസസ് ഇറഗുലാരിറ്റീസും PCOSനെ കുറിച്ചല്ല. PCOSൽ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു മാസം ആവുന്നു, പിന്നെ ഒരു 3 മാസം പീരീഡ്സ് ആവാതിരിക്കുക, അല്ലെങ്കിൽ മരുന്ന് കഴിച്ചതിന് ശേഷം മാത്രം പീരീഡ്സ് ആവുക, അഥവാ പീരീഡ്സ് ആവുകയാണെങ്കിൽ തന്നെ നല്ല രീതിയിലുള്ള പെയിൻ, ഡിസ്കംഫോർട്ട് അല്ലെങ്കിൽ വയറുവേദന ഉണ്ടാവുകയും അതുപോലെ തന്നെ ബ്ലഡ് തന്നെ ക്ലോട്ട്സ് ആയിട്ടാണ് PCOSൽ പോകുന്നത്. നോർമൽ ബ്ലീഡിങ്, നോർമൽ ബ്ലഡ് ഫ്ലോയ്ക്ക് പകരം ക്ലോട്ട്സ് ആയിട്ടാണ് PCOSൽ നമുക്ക് കാണുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു മെൻസസ് ഇറഗുലാരിറ്റീസ് ഉള്ളവർക്ക് നമുക്ക് PCOS കാണുന്നത്. അപ്പോൾ ചില അമ്മമാർ എൻ്റെ അടുത്ത് വന്ന് ചോദിക്കുന്ന ഒരു ഡൗട്ട് എന്ന് പറയുന്നവരുടെയും കുട്ടികൾക്ക് PCOS നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റുന്നുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ ഒരു കുട്ടി ആദ്യമായി മെൻസസ് ആയിട്ടുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ഒരു 3-4-5 മാസം മെൻസസ് ആവാതിരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു നോർമൽ ഫിനോമിനനാണ്. അപ്പോൾ അതിനർത്ഥം 3-4 മാസം ഒരു കുട്ടി ആദ്യമായിട്ട് മെൻസസ് ആയതിനു ശേഷം 3-4 മാസം മെൻസസ് ആയില്ല എന്നുണ്ടെങ്കിൽ ഉടനെ PCOS ആണ് നമ്മൾ ഒരിക്കലും വിചാരിക്കരുത്. അത് നോർമൽ ഫിനോമിനനാണ്. പക്ഷേ റെഗുലറായിട്ട് പീരീഡ്സ് ഉണ്ടായിരുന്ന ഒരു കുട്ടി അല്ലെങ്കിൽ റെഗുലറായിട്ട് മെൻസസ് ഉണ്ടായിരുന്ന ഒരു കുട്ടിക്ക് പെട്ടെന്ന് ഇടയ്ക്കിടയ്ക്ക് മെൻസസ് വരാതിരിക്കുക, 1 മാസം കഴിഞ്ഞ് പിന്നെ 3 മാസം കഴിഞ്ഞ് വരിക, അങ്ങനെ വരികയാണെങ്കിൽ ആ കുട്ടിക്കാണ് ആ കാറ്റഗറി ഓഫ് പീപ്പിളിനാണ് PCOS നമ്മൾ സംശയിക്കേണ്ടത്. ഈ മെൻസസ് ഇറഗുലാരിറ്റീസ് മാത്രമല്ല PCOSൻ്റെ ലക്ഷണം. ഈ മെൻസസ് ഇറഗുലാരിറ്റീസിൻ്റെ കൂടെ അമിതമായ വണ്ണവും പിന്നെ അമിതമായ രോമവളർച്ചയൊക്കെ വരുമ്പോഴാണ് നമ്മൾ PCOS എന്നുള്ളൊരു ഡയഗ്നോസിസിൽ നമ്മൾ എത്തിച്ചേരുന്നത്. 2, അമിതമായ ക്ഷീണം അനുഭവപ്പെടുക. 3, മുടി കൊഴിച്ചിൽ അല്ലെങ്കിൽ ഹെയർ ലോസ്. PCOSൻ്റെ ഹെയർ ലോസ് എന്ന് പറയുന്നത് ഫ്രണ്ടൽ ഹെയർ ലോസ് ആയിരിക്കും.
ഈ ഇമേജിൽ കാണുന്നത് പോലെ ഫ്രണ്ടൽ ഹെയർ ലോസ് ആണ് PCOSന് ഉണ്ടാവുന്നത്. ഫ്രണ്ടിൽ ഇങ്ങനെ കഷണ്ടി പോലെ വരുന്ന ഒരു ഫ്രണ്ടൽ ബാൾനെസ് എന്ന് പറയും. ആ ഒരു ഫ്രണ്ടിൽ ഇങ്ങനെ കഷണ്ടി പോലെ വരുന്ന ഒരു ഹെയർ ലോസ് ആണ് PCOSന് ഉണ്ടാവുന്നത്. 4, സ്കിൻ ഓയിലി ആയി കാണുന്നു. സ്കിൻ ഭയങ്കര ഓയിലി ആകുന്നു. അതുപോലെ തന്നെ PCOS ഉള്ളവർക്കെന്ന് പറഞ്ഞാൽ ഒരുപാട് ആക്നീയുടെ അല്ലെങ്കിൽ മുഖക്കുരുവിൻ്റെ അറ്റാക്സ് ഒരുപാട് വരും PCOS ഉള്ളവർക്ക്. അതിൻ്റെ കൂടെ തന്നെ സ്കിന്നിൻ്റെ ഇത് ഗ്രൂപ്പ് എടുക്കുകയാണെങ്കിൽ അമിതമായുള്ള രോമവളർച്ചയും സ്കിന്നിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കാണാൻ പറ്റും. താടിയിലുമൊക്കെ ആയിട്ട് അമിതമായുള്ള രോമവളർച്ചയും കാണാൻ പറ്റും. അതുപോലെ തന്നെ സ്കിൻ ടാഗ്സ് നമുക്ക് സ്കിന്നിൽ കാണാൻ പറ്റും. അതും PCOSൻ്റെ ഒരു ലക്ഷണമാണ്. അതുവരെ സ്കിൻ ടാഗ്സും അല്ലെങ്കിൽ അരിമ്പറ പോലുള്ള ഒന്നും ഇല്ലാണ്ടിരുന്ന കുട്ടികൾക്ക് ഇതുപോലെ അമിതമായ വണ്ണം വയ്ക്കുകയും സ്കിൻ ഓയിലി ആവുകയും മോക്കുരു വരികയും അതുപോലെ തന്നെ ഈ എക്സ്ട്രാ സ്കിൻ ടാഗ്സ് ഒക്കെ അപ്പിയർ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് PCOS സസ്പെക്റ്റ് ചെയ്യാം. 5, സ്കിൻ ഡിസ്കളറേഷൻ. സ്കിൻ ഡിസ്കളറേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കറുത്ത പാടുകൾ വരുന്നു. കഴുത്തിൻ്റെ ഇടുക്കിൻ്റെ ഇടയ്ക്കും തുടയുടെ ഇടയിലൊക്കെ കറുത്ത പാടുകൾ വരുന്നത് ഹോർമോണൽ പ്രശ്നങ്ങളുള്ളവർക്കും അതുപോലെ PCOSൻ്റെയും ഒരു സിംറ്റമാണ്. 6, ഹിർസ്യൂട്ടിസം എന്ന് പറയും, അല്ലെങ്കിൽ അമിതമായിട്ടുള്ള രോമവളർച്ച. ഈ അമിതമായ രോമവളർച്ചയുടെ കാരണമെന്ന് പറയുന്നത് PCOSൻ്റെ സമയത്ത് ഒരുപാട് ഹോർമോണൽ ഇംബാലൻസസ് വരും. ഈ ഹോർമോണൽ ഇംബാലൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് മെയിൽ ഹോർമോണായ ആൻഡ്രോജൻ്റെ അളവ് ഒരു ഫീമെയിൽ ബോഡിക്കുള്ളിൽ കൂടുകയും അതുകൊണ്ട് തന്നെ ഈ അമിതമായ രോമവളർച്ച എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മേൽചുണ്ടുകളിലും താടിയിലും അതുപോലെ തന്നെ മാറിടങ്ങളിലും തുടയിലും ഒക്കെ ഒരു രോമവളർച്ച കാണാൻ പറ്റും. ഈ രോമവളർച്ച എന്ന് പറയുന്നത് നല്ല കട്ടിയുള്ള രോമമായിരിക്കും അതിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. 6, മെൻ്റൽ സ്ട്രെസ്സ്. മെൻ്റൽ സ്ട്രെസ് എന്ന് പറയുന്നത് PCOSൻ്റെ ഒരു ലക്ഷണവുമാണ്, PCOS ഉണ്ടാവാനുള്ള ഒരു കാരണവും കൂടിയാണ്. ഈ മെൻ്റൽ സ്ട്രെസ്സ് എന്തുകൊണ്ടാണ് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ PCOSൽ ഒരുപാട് ഹോർമോണൽ ഇംബാലൻസസ് ഒക്കെ വരും. അതുകൊണ്ട് തന്നെ ആ ഒരു ഹോർമോണൽ ഇംബാലൻസസ് കൊണ്ട് തന്നെയാണ് PCOSൽ മൂഡ് സ്വിങ്സ് വരുന്നത്. 7, വെയ്റ്റ് ഗെയിൻ അല്ലെങ്കിൽ അമിതഭാരം. വെയ്റ്റ് ഗെയിൻ എന്ന് പറയുന്നത് PCOSൻ്റെ ഒരു ലക്ഷണവുമാണ്, PCOS ഉണ്ടാവാനുള്ള ഒരു കാരണവും കൂടിയാണ്. ഈ PCOSൽ വെയ്റ്റ് ഗെയിൻ എന്ന് പറഞ്ഞാൽ 65% സ്ത്രീകളിലും PCOSൽ ഒരു വെയ്റ്റ് ഗെയിൻ എവിടെയാണെന്നുണ്ടെങ്കിൽ വേസ്റ്റ് സർക്കംഫറൻസ് PCOSൽ കൂടുതലായിരിക്കും. അതാണ് PCOSൻ്റെ ടൈപ്പ് ഓഫ് വെയ്റ്റ് ഗെയിൻ എന്ന് പറയുന്നത്. മൊത്തമായിട്ടുള്ള വെയ്റ്റ് ഗെയിൻ അല്ല, വേസ്റ്റ് സർക്കംഫറൻസ് PCOS ഉള്ളവർക്ക് കൂടുതലായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് PCOSൻ്റെ ലക്ഷണങ്ങളായിട്ട് നമ്മൾ മെയിനായിട്ട് പറയുന്നത്. ഈ പറഞ്ഞതൊക്കെയാണ് PCOSൻ്റെ ലക്ഷണങ്ങൾ. അപ്പോൾ ഈ ലക്ഷണങ്ങളൊക്കെ നിങ്ങളുടെ പെൺകുട്ടികളെ നിങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ തന്നെ ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ട് അവരുടെ PCOS ചികിത്സിച്ച് മാറ്റിയേ പറ്റുള്ളൂ. ഇത് അമ്മമാരാണ് ഇതിന് ഇനീഷ്യേറ്റീവ് എടുക്കുന്നത്. ഈ ലക്ഷണങ്ങൾ കാണുകയും അപ്പോൾ ആ പെൺകുട്ടികളെ എക്സസൈസ് ചെയ്യാനും അതുപോലെ തന്നെ ഡയറ്റ് കൺട്രോളൊക്കെ ചെയ്യാനായിട്ട് പെൺകുട്ടികളെ പ്രോത്സാഹിപ്പിക്കണം. അമ്മമാരുടെ സൈഡിൽ നിന്നാണ് നമ്മളിത് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ PCOS വളരെ വേഗം തന്നെ ചികിത്സിച്ച് മാറ്റുന്നതാണ്. ഒരിക്കലും PCOS ഒരു കുറച്ച് നാൾ, ഒരു മാസം, ഒരു 2-3 മാസം മരുന്ന് കഴിച്ച് കഴിഞ്ഞിട്ട് PCOS ചെന്ന് സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ നോർമൽ ആവുകയെന്നുണ്ടെങ്കിൽ മരുന്ന് നിർത്തരുത് ഒരിക്കലും. ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ മരുന്ന് നിർത്താൻ പാടുകയുള്ളൂ. PCOSൻ്റെ ലക്ഷണങ്ങൾ കാണുമ്പോൾ ഉറപ്പായിട്ടും ഡോക്ടറിനെ കൺസൾട്ട് ചെയ്ത് നിങ്ങൾ ആ PCOSൻ്റെ ആ ഒരു ടെൻഡൻസിയും ഇതൊക്കെ മാറ്റി തന്നെ എടുക്കണം. പിന്നെ അത് ഞാൻ എന്തുകൊണ്ടാണ് എടുത്തു പറയണമെന്നുണ്ടെങ്കിൽ PCOS എന്ന് പറയുമ്പോഴത്തേക്കും പലവർക്കും പല ട്രീറ്റ്മെൻറ്റാണ് നമ്മൾ കൊടുക്കുന്നത്. കല്യാണം കഴിച്ചവർക്ക് കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റ് ആയിരിക്കില്ല കല്യാണം കഴിക്കാത്ത ഒരു കൗമാരപ്രായത്തിലുള്ള പെൺകുട്ടികൾക്ക് നമ്മൾ കൊടുക്കുന്നത്. ഓരോരുത്തർക്കും ഓരോ ട്രീറ്റ്മെൻറ്റ് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. ഓരോരുത്തർക്കും ഈവൻ സ്കാനിങ് പോലും ഓരോ ഗ്രൂപ്പുകാർക്കും ഓരോ ഡിഫറെൻറ്റ് സ്കാനിങ്ങുമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരിക്കലും നമ്മൾ PCOS സ്വയം ചികിത്സയ്ക്ക് ഒരിക്കലും നിൽക്കരുത്. നല്ലൊരു ഗൈനക്കോളജിസ്റ്റിനെ അല്ലെങ്കിൽ നല്ലൊരു ഡോക്ടറെ ചെന്ന് കണ്ടതിന് ശേഷം മാത്രമേ നിങ്ങൾ ട്രീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സ്വയം ട്രീറ്റ്മെൻറ്റിന് ഒരിക്കലും പോകരുത് PCOSൽ. അപ്പോൾ ഈ പെൺകുട്ടികളുള്ള അമ്മമാരെല്ലാവരും ഈ ഒരു ലക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് PCOD ഒന്ന് ചികിത്സിച്ച് മാറ്റണം. കാരണം ഫ്യൂച്ചറിൽ അവർക്ക് പ്രശ്നങ്ങളൊന്നും വരാതിരിക്കാനായിട്ടുള്ള ഒരു മുൻകരുതൽ പോലെ നമ്മൾ PCOS ഒക്കെ റെഗുലറായിട്ട് ചെക്ക് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഹോമിയോപ്പതിയിൽ PCOSനുള്ള ചികിത്സ എന്താണ്? ഹോമിയോപ്പതിയിൽ നമ്മൾ എടുക്കുന്ന കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ പേഷ്യൻ്റെ മെൻ്റൽ സിംറ്റംസും പേഷ്യൻ്റെ എക്സിബിറ്റിംഗ് ജനറാലിറ്റീസും പെർട്ടിക്കുലർ സിംറ്റംസും എടുത്തിട്ട് അതെല്ലാം കൂടി കമ്പൈൻ ചെയ്തിട്ടൊരു മെഡിസിൻ കണ്ടുപിടിക്കുകയും ആ മെഡിസിൻ കൊടുക്കുകയും ഡയറ്റ് കൺട്രോൾ ഫോളോ ചെയ്യുകയും ചെയ്തുകൊണ്ടാണ് നമ്മൾ PCOSന് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത്. വളരെ എഫക്റ്റീവാണ് നമ്മൾ PCOSന് നമ്മൾ കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റ്. അതിൽ മെഡിസിനും അതുപോലെ തന്നെ നമ്മൾ പറയുന്ന ഡയറ്റ് കൺട്രോളും സ്ട്രിക്ട്ലി ഫോളോ ചെയ്യുകയാണെങ്കിൽ PCOS വളരെ എഫക്റ്റീവായിട്ട് എളുപ്പത്തിൽ ചികിത്സിച്ച് മാറ്റാൻ കഴിയുന്ന ഒരു അസുഖമാണ്.
ഹോമിയോപ്പതിയിൽ യൂസ് ചെയ്യുന്ന മരുന്നുകൾ എന്ന് പറഞ്ഞാൽ പൾസാറ്റില യൂസ് ചെയ്യുന്നുണ്ട്, കൽക്കേരിയ കാർബ് യൂസ് ചെയ്യുന്നുണ്ട്, സെപ്പിയ യൂസ് ചെയ്യുന്നുണ്ട്, പിന്നെ കോളോഫൈലം യൂസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് മെയിനായിട്ട്. പിന്നെ ചെമോമില യൂസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഹോമിയോപ്പതിയിലുള്ള PCOSനുള്ള മെഡിസിൻസ്. PCOSനെ കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.